മലയാളത്തിന് മരതക കാന്തിയാൽ മിഴിവേകുന്നൊരു നാട്. മഞ്ഞും മഴയും കാട്ടുതേച്ചോലയും മനസ്സുണർത്തുന്നൊരു വീട്. മലനാട് മലനാട് മമനാട്, മലനാട് മലനാട് മമനാട്, മലനാട് മലനാട് മമനാട്, മലനാട് മലനാട് മമനാട്. സുഹൃതങ്ങൾ നാം വിട്ട പൈതൃക പെരുമകൾ മലകുറി പാടുന്നു കാടിൻ മക്കൾ. സുഹൃതങ്ങൾ നാം വിട്ട പൈതൃക പെരുമകൾ മലകുറി പാടുന്നു കാടിൻ മക്കൾ. സകല സംസ്കൃതികളാൽ വിളനിലമീ മണ്ണ്, കലകൾ അനേകം വിരിഞ്ഞ മണ്ണ്. സകല സംസ്കൃതികളാൽ വിളനിലമീ മണ്ണ്, കലകൾ അനേകം വിരിഞ്ഞ മണ്ണ്. ആത്മാവിനൊരു മതൻ പൂപ്പാടമേന്തുവോർ നന്മകൾ പൊയ്യുന്നു നല്ല മണ്ണ്. മലനാട് മലനാട് മമനാട്, മലനാട് മലനാട് മമനാട്, മലനാട് മലനാട് മമനാട്, മലനാട് മലനാട് മമനാട്. നമസ്കാരം. റിസോർട്ടിലെ ഹട്ട് തകർന്ന് യുവതി മരിച്ച സംഭവം മാനേജർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. റിസോർട്ടിലെ ഷെഡ് തകർന്ന് യുവതി മരിച്ച സംഭവം 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും. ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ്. ചുളിക്ക ബോച്ചെ 1000 ഏക്കറിലെ ഹട്ടിൽ തീപിടുത്തം. NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത വീട്ടുന്നത് ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. വിഷയത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. എത്ര ദിവസം കൊണ്ട് പരിഹരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് താനല്ലെന്നും സണ്ണി ജോസഫ്. ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി CPM നടത്തുന്ന വയനാട് മാർച്ചിന് മറ്റന്നാൾ തുടക്കം. മാർച്ച് വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയും പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുന്നു. ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കോടതിയെ വീണ്ടും സമീപിക്കും. തീരുമാനം റവന്യൂ മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ. കുറുമണിയിൽ മധ്യവയസ്കനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവം. പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ആരോപണം. അയൽവാസികളായ 4 പേരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ജെയ്സൺ ശസ്ത്രക്രിയ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. കൂടുതൽ വകുപ്പുകൾ ചുമത്തി പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്.
റിസോർട്ടിലെ ഷെഡ് തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കള്ളാടി 900 കണ്ടി എമറാൾഡ് ടെന്റ് ഗ്രാമിലെ മാനേജർ സ്വച്ഛന്ദ്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷെഡിലെ മരക്കഷ്ണം തട്ടിയതാണ് നിഷ്മയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മേപ്പാടി കള്ളാടി 900 കണ്ടിയിലെ റിസോർട്ടിൽ ഷെഡ് തകർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി മരിച്ച സംഭവത്തിലാണ് റിസോർട്ട് നടത്തിപ്പുകാരായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എമറാൾഡ് ടെന്റ് ഗ്രാമിലെ സ്വച്ഛന്ദ്, അനുരാഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികളെ 14 ദിവസം റിമാൻഡ് ചെയ്തു. ഷെഡിലെ മരക്കഷ്ണം തട്ടിയാണ് നിഷ്മയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും. വിനോദസഞ്ചാരത്തിനെത്തിയവരുടെ മൊഴിയും രേഖപ്പെടുത്തും. കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ച ഷെഡ് ചെറിയ മഴയ്ക്കൊപ്പം തകർന്നു വീഴുകയായിരുന്നു. സ്ഥാപനത്തിലെ സുരക്ഷ കണക്കിലെടുത്താണ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത്. അതേസമയം നിഷ്മയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ അകമ്പാടൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. മലനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടി ചുളിക്ക ബോച്ചെ 1000 ഏക്കറിലെ ഹട്ട് കത്തി നശിച്ചു. കള്ളുഷാപ്പിന് സമീപത്തെ റെസ്റ്റോറന്റ് ഉൾപ്പെട്ട ഹട്ടാണ് കത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ ഉള്ള സമയത്തായിരുന്നു തീപിടുത്തം. ആളുകൾ ഇറങ്ങിയോടി. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ചുളിക്ക ബോച്ചെ 1000 ഏക്കറിലെ ഹട്ടിന് തീ പിടിച്ചത്. റെസ്റ്റോറന്റ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഹട്ടാണിത്. കിച്ചണിൽ നിന്നും തീ ഉയർന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജീവനക്കാർ വിനോദസഞ്ചാരികളെ പുറത്തേക്കിറക്കി. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ അപകട സമയം ഇവിടെയുണ്ടായിരുന്നു. തീ ആളിപ്പടരും മുൻപ് എല്ലാവരും പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഏകദേശം 2 മണിയോട് അടുത്താണ് ബോച്ചെ എസ്റ്റേറ്റിലുള്ള ടോഡി പബ്ബും അതുപോലെ ഭക്ഷണശാലയിലും തീപിടുത്തം ഉണ്ടായത്. ഞാൻ ഏകദേശം പള്ളി കഴിഞ്ഞിട്ട് അവിടെ പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് അറിഞ്ഞത്. ആ സമയത്ത് തന്നെ ഓടിയെത്തി. അപകട കാരണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയില്ല. പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് എന്താണെന്നുള്ളത് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫയർഫോഴ്സ് എത്തും മുൻപേ നാട്ടുകാർ തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. എന്നാൽ പുല്ലുമേഞ്ഞ ഷെഡ് അതിവേഗം തീ ആളിപ്പടർന്നു. പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും പാഞ്ഞെത്തി. ആളുകളെ മാറ്റി നിർത്തിയാണ് തീയണച്ചത്. കഴിഞ്ഞ ദിവസം റിസോർട്ടിന്റെ ഷെഡ് തകർന്ന് യുവതി മരിച്ച അപകടമുണ്ടായതിന് പിന്നാലെയാണ് മേപ്പാടിയിലെ ടൂറിസം കേന്ദ്രത്തിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത വീട്ടുന്നത് ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. വിഷയത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. എത്ര ദിവസം കൊണ്ട് പരിഹരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് താനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റായ ശേഷം ജില്ലയിലെത്തിയ സണ്ണി ജോസഫിന് DCC ഓഫീസിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ മാലയണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം DCC ട്രഷറർ അന്തരിച്ച NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത പാർട്ടി പരിഹരിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഇവിടെ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായത് ഈ ട്രഷറുടെ മരണമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ സമിതിയിൽ താങ്കളുള്ളതാണ്. എങ്ങനെയാണ് പരിഹരിക്കാൻ ശ്രമം? നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. കടം വിട്ടുവോ? എന്തെങ്കിലും ഒരു ടൈം ഫ്രെയിം ഉണ്ടോ? അങ്ങനെയില്ല. അവരുടെ കുടുംബം കുറെ കാലമായി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് KPCC നേരിടുക എന്നാണ് ഉചിതമായ രൂപത്തിൽ. എത്ര ദിവസത്തിനകം എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. KPCC ഉപസമിതിയിലെ അംഗം കൂടിയായിരുന്നു സണ്ണി ജോസഫ്. അതിനാൽ തന്നെ വിഷയത്തിൽ KPCC വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. K സുധാകരൻ MP-യുടെ വിമർശനത്തിന് മറുപടി പറയേണ്ടത് താനല്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. UDF കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസവാടകയും ജീവനോപാധി തുകയും കൃത്യമായി നൽകാൻ നടപടി വേണം. ദുരന്തം നടന്ന ഉടനെ UDF ഒരു രാഷ്ട്രീയവും പറഞ്ഞിരുന്നില്ല. എന്നാൽ ദുരന്തം നടന്ന
തികയുമ്പോഴും കാര്യഗൗരവത്തോടെ സർക്കാർ ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സലീം മേമന അധ്യക്ഷനായിരുന്നു. MLA-മാരായ ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് NK റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരെ സഹായിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളും അതിൽ സമാഹരിച്ചു. 863 കോടി രൂപ സർക്കാരിന് ഒരു പ്രയാസവുമില്ലാതെ കിട്ടി. ഇതിനായിട്ട് സർക്കാരിന്റെ പൈസ, ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് വലിയ പൈസ ചെലവഴിക്കാതെ തന്നെ അതുപോലെ നിരവധിയായ സഹായ വാഗ്ദാനങ്ങൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, മുസ്ലിം ലീഗ് പാർട്ടി തന്നെ നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ വലിയൊരു സംഖ്യ സമാഹരിച്ചുകൊണ്ട് ഇതിൽ പങ്കാളിയായി. ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി CPIM സംഘടിപ്പിക്കുന്ന വയനാട് മാർച്ചിന് മറ്റന്നാൾ തുടക്കമാകും. വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയും വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ജില്ലാ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് CPIM നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി K റഫീഖാണ് മാർച്ചിന് നേതൃത്വം നൽകുക. വയനാടിന്റെ നീറുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര അവഗണന കൂടി ചൂണ്ടിക്കാട്ടി CPIM ജില്ലാ മാർച്ച് നടത്തുന്നത്. മെയ് 18 മുതൽ 27 വരെയാണ് കാൽനടയായി വയനാട് മാർച്ച് നീണ്ടുനിൽക്കുക. CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് ക്യാപ്റ്റനും ബീന വിജയൻ വൈസ് ക്യാപ്റ്റനും PK സുരേഷ് മാനേജറുമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മെയ് 18 വൈകുന്നേരം 4 കാട്ടിക്കുളത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം എന്ന നിലയിലാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ക്യാപ്റ്റനും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ബീന വിജയൻ വൈസ് ക്യാപ്റ്റനും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കർഷക സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള PK സുരേഷ് മാനേജറുമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാം നേതൃത്വം നൽകുന്ന ജാഥയാണ് ഈ 18 മുതൽ 27 വരെ പര്യടനം നടത്തുന്നത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കാൽനട ജാഥയിലൂടെ ജില്ലയിലെ നീറുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ മുൻപിലെത്തിക്കുകയാണ് CPM ലക്ഷ്യം. 8 ഏരിയകളിൽ പര്യടനം നടത്തും. ജാഥയിൽ 150 സ്ഥിരാംഗങ്ങളുണ്ടാകും. പുറമെ ഓരോ ഏരിയയിലും 500-ലധികം പേർ മാർച്ചിൽ അണിനിരക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണന, ജില്ലയിലെ UDF ജനപ്രതിനിധികളുടെ വഞ്ചന എന്നിവ തുറന്നുകാട്ടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. വയനാട് MP എല്ലാം UDF ആണ്. എന്നാൽ അവരെല്ലാം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ചൂരൽമല ദുരന്തത്തിൽ തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ MP-മാർക്കും പണം നീക്കിവെക്കാവുന്നതാണ് MP ഫണ്ടിൽ. ഇടതുപക്ഷത്തിന്റെ MP-മാർ 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നീക്കിവെച്ച MP-മാരാണ് ഇടതുപക്ഷത്തിന്റെ MP-മാർ ചൂരൽമല ദുരന്തത്തിൽ MP ഫണ്ടിൽ. എന്നാൽ വയനാട് MP ഒരു നയാ പൈസ പോലും നീക്കിവെക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുക കൂടിയാണ് ജാഥയുടെ ലക്ഷ്യം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുന്നു. ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കോടതിയെ വീണ്ടും സമീപിക്കും. ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ആനുകൂല്യങ്ങൾ മുടങ്ങിയതോടെ തൊഴിലാളികൾ ഭൂമി കയ്യേറിയുള്ള സമരം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും ഇതിനായി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നം പരിഹരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സംയുക്ത സമരസമിതി സമരം പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തത്. റവന്യൂ, തൊഴിൽ, പട്ടികവർഗ വകുപ്പുകളുടെ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിച്ചു. ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കോടതിയെ സമീപിക്കും. ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകി. 5,97,53,793 രൂപ പലയിടങ്ങളിലായി തൊഴിലാളികൾക്ക് നൽകാനുണ്ട്. ഇതിന്റെ റവന്യൂ റിക്കവറി നടപടികൾ നടക്കുകയാണെന്ന് AG കോടതിയെ അറിയിച്ചു.
ഇതിനു പുറമെ വേതനം, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കാനുണ്ട്. അതേസമയം സർക്കാർ പറയുന്ന കണക്കിനേക്കാൾ ഇരട്ടിയോളം തുക തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. ഗവൺമെന്റ് ചർച്ച നടത്തി നീട്ടിക്കൊണ്ടുപോവുകയാണ്, പരിഹാരമുണ്ടാകുന്നില്ല. അപ്പം ഇനി പുനരധിവാസം നടക്കേണ്ടതിന് തൊഴിലാളികൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ 276 തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ്, ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഭൂമിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള അവിടെ കുടിലുകെട്ടി നമ്മുടെ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ കൂടിയിട്ടുള്ള ഐക്യ ട്രേഡ് യൂണിയൻ്റെ യോഗം തീരുമാനമെടുത്തത്. അത് ഗവൺമെൻറ് 15-ാം തീയതിക്കുള്ളിൽ ഒരു പരിഹാര നിർദ്ദേശം ഈ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ചിട്ടില്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷം അതിശക്തമായ പ്രക്ഷോഭത്തിന് തൊഴിലാളി സംഘടനകൾ നേതൃത്വം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ജില്ലാ കളക്ടറും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. എന്തായാലും സർക്കാർ ഇടപെടൽ തൊഴിലാളികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഇനിയൊരു ഇടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ല ആഗ്രഹിക്കുക. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. കുറുമണിയിൽ മധ്യവയസ്കനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് പരാതി. ഒരു മാസം മുമ്പാണ് മടയൻകോട് ജെയ്സനെ 4 പേർ ചേർന്ന് വീടിനടുത്തുവെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. അയൽവാസികളായ 4 പേരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ജെയ്സൺ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പോഴും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധം കിടപ്പിലാണ്. എന്നാൽ പ്രതികൾക്കെതിരെ ഗൗരവമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനോ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് മകൾ അക്സയും ബന്ധു PG ശലിനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കുടൽ മുറിച്ചു മാറ്റുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ടി വന്നു. കൃത്യമായി പരാതിപ്പെട്ടിട്ട് പോലും പോലീസിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല. കൂടുതൽ വകുപ്പുകൾ ചുമത്തി പ്രതികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ചോദിക്കാൻ പോയപ്പം പപ്പ പറഞ്ഞു നിന്നെ കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ഒഴിഞ്ഞു മാറി പപ്പ തിരിച്ച് വീട്ടിലേക്ക് വന്ന പപ്പയെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രകാശൻ പപ്പയെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ തരാം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പപ്പയെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവർ 4 പേരും ചേർന്ന് മർദ്ദിച്ചതാണ്. കാര്യമായി ചവിട്ടിയിട്ട് പപ്പയ്ക്ക് ചെറുകുടലിൽ 10 സെന്റിമീറ്റർ നീക്കം ചെയ്തു. ഇപ്പോഴും പപ്പ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ, ഞാൻ കോഴിക്കോടായതിനാൽ പരാതി കൊടുക്കാൻ വൈകി. KSRTC ഇടിച്ച് പുള്ളിമാൻ ചത്ത സംഭവത്തിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത സ്കാനിയ ബസ് കോടതി ഉത്തരവിനെ തുടർന്ന് വിട്ടു നൽകി. ഏപ്രിൽ 19-ന് മുത്തങ്ങയിൽ വെച്ചാണ് ദേശീയപാതയിൽ വെച്ച് ബസ് ഇടിച്ച് പുള്ളിമാൻ ചത്തത്. കോടതി നിർദ്ദേശിച്ച 13 ലക്ഷം രൂപ ബോണ്ടായി കെട്ടിയ ശേഷമാണ് ബസ് പുറത്തിറക്കാൻ KSRTCക്ക് സാധിച്ചത്. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC സ്കാനിയ ഇടിച്ച് പുള്ളിമാൻ ചത്ത സംഭവത്തിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ബസ്സാണ് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയത്. മുത്തങ്ങ എടത്തറയിൽ വെച്ച് ഏപ്രിൽ 19-നായിരുന്നു സംഭവം. മാനിനെ ഇടിക്കുകയും തൽക്ഷണം ചത്ത മാനിന്റെ ജഡം ബസ്സിനടിയിൽ കുടുങ്ങി അല്പദൂരം വലിച്ചിഴയ്ക്കുകയും ചെയ്തു.
ഈ സംഭവത്തിലാണ് ബസ് വനം വകുപ്പ് വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ 9 പ്രകാരം കേസെടുത്ത് കസ്റ്റഡിയിലെടുത്തത്. KSRTC അധികൃതർ ബത്തേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം 13 ലക്ഷം രൂപ ബോണ്ട് കെട്ടുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ട് ബസ് പുറത്തിറക്കാൻ KSRTCക്കായത്. 26 ദിവസത്തിന് ശേഷമാണ് ബസ് തിരിച്ച് കോടതി നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബസ് തിരിച്ചു കിട്ടിയത്. ഇനി ആ ബസ്സിന്റെ മെയിൻ്റനൻസ് എല്ലാം പരിശോധിച്ച് ബസ് ഫിറ്റായി കഴിഞ്ഞാൽ നമ്മളത് ഏത് റൂട്ടിലേക്കാണ് യാത്രക്കാരുള്ളത് ആ റൂട്ടിലേക്ക് വിട്ട് ബാക്കി നോർമൽ ഷെഡ്യൂളിലേക്ക് ബാംഗ്ലൂർ സെക്ടറിൽ ഓടുന്ന വണ്ടിയാണ് തിരുവനന്തപുരം ബാംഗ്ലൂർ അതിലേക്ക് സർവീസ് ആരംഭിക്കും. മാനിനെ ഇടിച്ച് ബസിന്റെ മുൻഭാഗത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കേടുപാടുകൾ മാറ്റിയ ശേഷം സർവീസ് ആരംഭിക്കുമെന്ന് KSRTC വ്യക്തമാക്കി. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരു ലോറിയും 3 കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടക്കുന്നിൽ ഇന്ന് രാവിലെ 9:40ഓടെയാണ് അപകടം. പുൽപ്പള്ളി റോഡിൽ നിന്നും സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച ഒമ്നിയിൽ തട്ടാതിരിക്കാൻ മൈസൂർ റോഡിൽ നിന്നും വന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു. ഈ സമയം ലോറിക്ക് തൊട്ടുപുറകിൽ വന്ന കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇടിക്കുകയാണ് ഉണ്ടായത്. പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജയന്തി രാജൻ. മുസ്ലിം ലീഗ് എപ്പോഴും വേദനിക്കുകയും കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണെന്നും അവർ പറഞ്ഞു. ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സുൽത്താൻ ബത്തേരിയിലെത്തിയ ജയന്തി രാജന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയ കമ്മിറ്റിയിലേക്ക് വനിതകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിലൊരാളായിരിക്കുകയാണ് ഇരുളം സ്വദേശിയായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ജയന്തി രാജൻ. വയനാട്ടിൽ നിന്ന് ആദ്യമായി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്ന വനിത കൂടിയാണ് ഇവർ. മുമ്പ് വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇത് ചരിത്രമാണെന്നും ദൈവത്തിന് നന്ദി പറയുന്നതായും 2008 മുതൽ ലീഗിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജയന്തി രാജൻ പറഞ്ഞു. ഉത്തരവാദിത്തം 2008 മുതൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായി 10 മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം ഈ നിമിഷം വരെ ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എന്നിലെ ചുമതലപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി സംവിധാനത്തിലൂടെ പാർട്ടിക്ക് വിധേയയായി പാർട്ടിയുടെ നയ രൂപീകരണത്തിനും അതുപോലെ പോളിസി അല്ലെങ്കിൽ ഐഡിയോളജിക്കെതിരായിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഏറ്റവും നല്ലൊരു പ്രവർത്തകയായി തന്നെ തുടർന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പാർട്ടിക്ക് വിധേയമായാണ് ഇതുവരെ പ്രവർത്തിച്ചതെന്നും വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. പനമരം ബ്ലോക്ക് അംഗം, പൂതാടി പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ അബുപാല ഓഡിറ്റോറിയത്തിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗമാണ് ജയന്തി രാജനെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. മലനാട് ന്യൂസ്, ബത്തേരി. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വീണ്ടും വാർത്തകളിലേക്ക്. മഴയിലും കാറ്റിലും മീനങ്ങാടിയിലും പരിസരങ്ങളിലും വ്യാപക നാശനഷ്ടം. മീനങ്ങാടി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ഷീറ്റുകളും മേൽക്കൂരകളും പാറിപ്പോയി. മതിലിടിഞ്ഞു വീണ് നിരവധി വാഹനങ്ങൾക്കും നാശനഷ്ടം. മോതിരോട്ടുകുന്നിൽ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വൈകുന്നേരം 4 മണിയോടെയാണ് മീനങ്ങാടിയിൽ കനത്ത നാശനഷ്ടം വിതച്ച് കൊടുങ്കാറ്റടിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകളും ഷീറ്റുമെല്ലാം റോഡിലേക്ക് തകർന്നു വീണു. സ്റ്റേഡിയം ഗ്രൗണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് 4 കാറുകൾക്കും 1 സ്കൂട്ടറിനും നാശനഷ്ടമുണ്ടായി. ഫയർഫോഴ്സ് എത്തിയാണ് വാഹനങ്ങൾ പുറത്തെടുത്തത്. ടൗണിൽ ഫുട്പാത്തിൽ ഓട് കഷ്ണങ്ങളും ഗ്ലാസുകളുമെല്ലാം ചിതറിക്കിടക്കുകയാണ്. മീനങ്ങാടി മോതിരോട്ടുകുന്നിൽ കാന്തോളി സഫിയയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ഇരുമ്പ് പൈപ്പിൽ തീർത്ത 2ാം നിലയുടെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചു. പാരപ്പറ്റിന്റെ ഒരു ഭാഗവും വർക്ക് ഏരിയയും ഭാഗികമായി തകർന്നു.
ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ടാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ, വാർഡ് മെമ്പർ ലിസി പൗലോസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പെയ്ത മഴയുടെ ഭാഗമായി മോതിരോട്ടുകുന്നിൽ കാന്തോളി സഫിയയുടെ വീട് പൂർണ്ണമായിട്ടും കാറ്റെടുത്ത് ഓട് കംപ്ലീറ്റ് തകർന്ന് വെൽഡ് ചെയ്ത കമ്പികളടക്കം തകർന്ന് നാശമായ ഒരവസ്ഥ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഹൗസിംഗ് കോളനി ഭാഗത്ത് മരം വീണ് ലൈൻ കംപ്ലീറ്റ് തകരാറായ സാഹചര്യം നിലവിലുണ്ട്. വലിയ നാശനഷ്ടങ്ങളാണ് ഈ മഴയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇട റോഡുകളിൽ പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണും ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നും KSEBക്കും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മലനാട് ന്യൂസ്, മീനങ്ങാടി. വള്ളിയൂർക്കാവിൽ ദേവസ്വം ബോർഡ് ഭൂമിയിൽ നിർമ്മിച്ച ആഴ്ച ചന്തയുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പുമായി മുൻകൂർ ധാരണാപത്രം ഒപ്പുവെക്കാതെ പോയത് വലിയ പോരായ്മയാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ. ആ പോരായ്മ പരിഹരിക്കാനായുള്ള ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നും വള്ളിയൂർക്കാവിലെത്തിയ കമ്മീഷണർ TC ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരുവിധ മുൻധാരണകളും ഉണ്ടാക്കാതെയാണ് വള്ളിയൂർക്കാവിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്നതും ദേവസ്വത്തിന് ഉത്സവകാലത്ത് ലേലത്തിലൂടെ വൻ തുക ലഭിക്കുന്നതുമായ ഭൂമി ആഴ്ചച്ചന്ത നിർമ്മാണത്തിനായി ടൂറിസം വകുപ്പിന് വിട്ടുനൽകിയതെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഇത് കാരണമാണ് ഭൂമി വിട്ടുനൽകി 6 വർഷം കഴിഞ്ഞിട്ടും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി നിൽക്കുന്നതെന്നായിരുന്നു ആരോപണം. ഇതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു നടത്തിയത്. 2 വർഷമായി അതങ്ങനെ കിടക്കുന്നു. അപ്പോൾ അതിലുള്ളൊരു പോരായ്മ പല ഗവൺമെൻറ് ഏജൻസികളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ഘടകം. പിന്നെ അത് സ്വാഭാവികമായിട്ട് നമ്മളിത് രൂപീകരിച്ച് തന്നെ ഈ ആദിവാസി സമൂഹത്തിൻ്റെ വിപണനത്തിന് സഹായകരമായ നിലപാടെടുക്കാനുള്ള ദേവസ്വത്തിൻ്റെ പ്രതിബദ്ധത കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മളത് തുടങ്ങി വെച്ചത്. ഈ 2 കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ വയനാട്ടിലെ മന്ത്രി തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് യോഗം വിളിച്ചത്. കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തോളമായിട്ടും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാതെ പോയത് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കെട്ടിട നിർമ്മാണത്തിന് ഭൂമി വിട്ടു നൽകുന്നതിന് മുൻപായി കെട്ടിടം എപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി ദേവസ്വത്തിന് കൈമാറുമെന്നോ പിന്നീട് ഏത് രീതിയിൽ വരുമാനം വീതം വയ്ക്കുമെന്നോ ധാരണയുണ്ടാക്കിയില്ല. നഗരസഭയിൽ നിന്നും നമ്പർ ലഭിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ടൂറിസം വകുപ്പ് മതിയായ നടപടികൾ എടുത്തില്ല. കെട്ടിടത്തിന്റെ മുഴുവൻ പണിയും പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കരാറുകാരൻ ബിൽ തുകകൾ കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് ആഴ്ചച്ചന്ത നിർമ്മാണം എങ്ങും എത്താതായത്. അബ്ദുള്ള പള്ളിയാൽ, മലനാട് ന്യൂസ്, വെള്ളമുണ്ട. കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പുൽപ്പള്ളി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ കടന്നുവരുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കൊളവള്ളി, മരക്കടവ്, പെരിക്കല്ലൂർ, കബനിഗിരി, മുള്ളൻകൊല്ലി, പുൽപ്പള്ളി ടൗൺ എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പുൽപ്പള്ളി മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലൂടെ പ്രദേശത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി അപ്പോൾ പോലീസിന് നേരിട്ട് അറിയാൻ കഴിയും. ഈ വഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ സഞ്ചാര റൂട്ട്, ഏതെല്ലാം വാഹനങ്ങൾ കടന്നു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പുൽപ്പള്ളി പഞ്ചായത്തിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ലഹരിയുടെ ഒഴുക്ക് വളരെ ക്രമാതീതമായി വർദ്ധിച്ചതിൻ്റെ സാഹചര്യത്തിൽ പുൽപ്പള്ളി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ 5ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുകയും ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നത് വഴി അതിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ജില്ലയിൽ 24 കേന്ദ്രങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജില്ലാ പോലീസ് ഓഫീസിലും അതത് സ്റ്റേഷനുകളിലും ലഭിക്കും. സൗരോർജ പാനൽ വഴിയാണ് ക്യാമറകൾ പ്രവർത്തിക്കുക. ലഹരി കള്ളക്കടത്ത് സംഘങ്ങളെ നിരീക്ഷിക്കുകയും നിരത്തുകളിലൂടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുകയുമാണ് പ്രധാന ലക്ഷ്യം. സ്പെഷ്യൽ ബ്രാഞ്ച് ശുപാർശ ചെയ്ത കേന്ദ്രങ്ങളിലാണ് ആദ്യപടിയായി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. ലഹരിയെ തുരത്താൻ ഒറ്റക്കെട്ടായി നിരത്തിലിറങ്ങി നൂൽപ്പുഴക്കാർ. ഇരു സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടിയായ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ജനകീയ വിളംബര യാത്ര നടത്തിയും പ്രതിജ്ഞ ചെയ്ത് വലിയ ക്യാൻവാസിൽ ഒപ്പുപതിച്ചുമാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വരും നാളുകളിലും പഞ്ചായത്തിലുടനീളം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും ഭരണസമിതി.
കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തെ ഏക പഞ്ചായത്തായ നൂൽപ്പുഴയിലാണ് ലഹരിയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത്. അതിർത്തി പഞ്ചായത്തായതിനാൽ പ്രധാനമായും ലഹരിയുടെ ഒഴുക്കും ഇതുവഴിയാണ്. ഇത്തരത്തിലെത്തുന്ന ലഹരി മാഫിയകൾ പഞ്ചായത്തിലും വേരൂന്നുന്നത് തടയുക, പുതുതലമുറയെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടക്കമെന്ന നിലയിൽ കല്ലൂർ മുതൽ നായ്ക്കട്ടി വരെ ലഹരി വിരുദ്ധ ജനകീയ വിളംബര യാത്ര നടത്തി. യാത്രയിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽപ്പെട്ടവരും പങ്കെടുത്തു. തുടർന്ന് നായ്ക്കട്ടി ടൗണിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി വലിയ ക്യാൻവാസിൽ ഒപ്പുപതിക്കുകയും ചെയ്തു. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്തും അതുപോലെ തന്നെ ST പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ എത്തിപ്പെടുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് ഉൾപ്പെടെ. അതിനെതിരെ എല്ലാ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ സഹകരണത്തോടു കൂടിയിട്ട് കല്ലൂർ മുതൽ നായ്ക്കട്ടി വരെ ഇന്ന് വിളംബര ജാഥ സംഘടിപ്പിക്കുകയും മുഴുവൻ ആളുകളിലും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തലത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും എല്ലാ ഘടക സ്ഥാപനങ്ങൾ തലത്തിലും എല്ലാ ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അത് വിജയപ്രദമാക്കുകയും ചെയ്തു. പരിപാടിയിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, എക്സൈസ്, വനംവകുപ്പ്, പോലീസ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന, വ്യാപാരികൾ, വിവിധ ക്ലബ്ബുകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NA ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം എക്സൈസ് ഓഫീസർ നിക്കോളാസ് നൽകി. വരുന്നാളുകളിൽ പഞ്ചായത്തിലുടനീളം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഭരണസമിതി തീരുമാനം. മലനാട് ന്യൂസ്, ബത്തേരി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 69,760 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിസോർട്ടിലെ ഷെഡ് തകർന്ന് യുവതി മരിച്ച സംഭവം, 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും. ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. ചുളിക്ക ബോച്ചെ 1000 ഏക്കറിലെ ഹട്ടിൽ തീപിടുത്തം. NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത വീട്ടുന്നത് ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. വിഷയത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. എത്ര ദിവസം കൊണ്ട് പരിഹരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് താനല്ലെന്നും സണ്ണി ജോസഫ്. ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി CPM നടത്തുന്ന വയനാട് മാർച്ചിന് മറ്റന്നാൾ തുടക്കം. മാർച്ച് വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയും പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുന്നു. ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കോടതിയെ വീണ്ടും സമീപിക്കും. തീരുമാനം റവന്യൂ മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ. കുറുമണിയിൽ മധ്യവയസ്കനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവം, പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ആരോപണം. അയൽവാസികളായ 4 പേരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ജെയ്സൺ ശസ്ത്രക്രിയ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. കൂടുതൽ വകുപ്പുകൾ ചുമത്തി പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ സ്വർഗ ബേസിൽ ചേരും. നമസ്കാരം.